അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി വളരെ ദൂരത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മെ കാണാൻ വരുന്നു എന്ന് സങ്കല്പിക്കുക. അദ്ദേഹം വരുന്നത് നമുക്ക് വളരെയേറെ ഉപഹാരങ്ങളുമായിട്ടാണ് എന്നും കരുതുക. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വീടും ദിവസങ്ങൾക്ക് മുമ്പേ തയ്യാറായിക്കൊണ്ടേയിരിക്കും. അതെ, തീർച്ചയായിട്ടും നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അതിഥിയായിട്ടാണ് റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസങ്ങൾക്ക് മുമ്പ് തന്നെ റമദാനിനെ വരവേൽക്കാൻ തയ്യാറാകുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ റമദാൻ. പടച്ചവനെ, നീ റജബിലും ഷഅബാനിലും ബർക്കത്ത് ചെയ്യണമേ, എന്നെ നീ റമദാനിൽ ജീവിപ്പിക്കുകയും ചെയ്യണമേ എന്ന്. അതുപോലെ തന്നെ അള്ളാഹു അനുഗ്രഹിച്ച ഈ മാസത്തിൽ ജീവിക്കാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം ഈ പ്രാർത്ഥനയിൽ നാം കാണുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു, ഈ മാസത്തിൽ സ്വർഗത്തിൻ്റെ കവാടം മലക്കെ തുറക്കപ്പെടും, നരകത്തിൻ്റെ കവാടം കൊട്ടിയടക്കപ്പെടും, പിശാചിനെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടും. ഈ മാസത്തിൽ ആരെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്താൽ അതിന് 7 ലക്ഷം മടങ്ങ് പ്രതിഫലം അള്ളാഹു നൽകും. ഒരു സുന്നത്തായ ഒരു കർമ്മം ചെയ്താൽ അതിന് റമദാൻ മാസത്തിൻ്റെ അപ്പുറമായിട്ടുള്ള മാസത്തിലെ ഒരു ഫർളിൻ്റെ പ്രതിഫലവും അള്ളാഹു നൽകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. ഈ മാസത്തിലെ ദിനരാത്രങ്ങളിൽ അള്ളാഹു തൻ്റെ ധാരാളമായിട്ടുള്ള അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. റമദാനിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് ഖുർആനിൻ്റെ മാസമാണ് എന്നുള്ളതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. യഥാർത്ഥത്തിൽ റമദാനിന് ഇത്രയും പുണ്യം ലഭിക്കാനുള്ള കാരണം അത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നുള്ളതാണ്. നമ്മുടെ ആരാധനകൾ കൊണ്ടും നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ കൊണ്ടും നമ്മുടെ സദഖകൾ കൊണ്ടും ഈ മാസത്തെ വരവേൽക്കാൻ നമുക്ക് സന്നദ്ധരാവാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിലും സ്നേഹിതന്മാർക്കിടയിലും നിങ്ങളുടെ ബന്ധുക്കളുടെയിലും ഇത് ഷെയർ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തക്കമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ.